ഈശ്വര ഇങ്ങനെ തുടങ്ങും. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പ് മാങ്ങ അല്ല ഉപ്പിലിട്ടത്. ഉപ്പിലിടാൻ വേണ്ടി പച്ചമാങ്ങയുടെ കൂടെ ക്യാരറ്റും കുക്കുംബറും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഒരു കൂട്ടിന്. പച്ചമാങ്ങ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല പുളി കിട്ടും. പക്ഷെ എനിക്ക് ആകെ 2 പച്ചമാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പച്ചമാങ്ങ ഞാൻ ഇതുപോലെ ഇട്ടു. പിന്നെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാം കേട്ടോ. അതിന് അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ മുറിക്കാം. ഈ ഡിഷ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഗൈസ്. അടുപ്പ് പോലും കത്തിക്കേണ്ട. അത് മാത്രമല്ല, ഇതുണ്ടാക്കാൻ ചെറിയ കുട്ടികൾക്ക് പോലും പറ്റും. കുറേ നാളായിട്ട് വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ട് തന്നെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത്. അപ്പം നമ്മൾ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ വീണ്ടും പച്ചക്കറി, വീണ്ടും ഉപ്പ്, അങ്ങനെ നമ്മൾ 2-3 ലെയറാക്കി സെറ്റാക്കുക. അതിലേക്ക് പച്ചക്കറികൾ മുങ്ങി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. അത് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 2 ദിവസങ്ങൾക്ക് ശേഷം എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിച്ചത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ തെലുങ്ക് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എരിവും പുളിയുള്ള അച്ചാറുകൾ തിന്ന് പരിചയമുള്ള എൻ്റെ തെലുങ്ക് ഫ്രണ്ട്സ് ഈ ഉപ്പിലിട്ടത് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർക്ക് പുതിയൊരു അറിവായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ ഓർമ്മ വന്നപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ബൈ.